വഴിയുടെ കാര്യങ്ങളുണ്ട്. പിന്നെ അതുപോലെ ജനങ്ങളുടെ അഭിരുചി അറിഞ്ഞ് അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. ഞാൻ ഈ 4-ാം വാർഡിലുള്ള ആളല്ലേ, എനിക്ക് ഇവിടുത്തെ ആൾക്കാരുടെ എല്ലാവരുടെയും രീതികളും കാര്യങ്ങളും അറിയാം. പോരെങ്കിൽ ഞാൻ SNDP പ്രവർത്തനമായിട്ട് കുറച്ച് നടന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റേതായ രീതിയിൽ ജാതി പറയുമല്ല, എല്ലാ വിഭാഗത്തിലെ മനുഷ്യരെ അറിയാം, നേരിട്ടറിയാവുന്ന ഒരാളാണ്. ആരെ ഇന്ന ആളാണെന്ന് പറഞ്ഞു തരേണ്ട കാര്യമില്ല. എല്ലാവരെയും എനിക്കറിയാം. എല്ലാവർക്കും വേണ്ട രീതിയിൽ, എല്ലാവർക്കും ഉപകാരമായ രീതിയിൽ ഞാൻ അവരോടൊപ്പം നിന്ന് പ്രവർത്തിക്കുമെന്ന് ഉറപ്പ് നൽകുന്നു. നാടറിയണം സ്ഥാനാർത്ഥികളെ. Meet candidates with UTalk. എൻ്റെ പേര് രാജേഷ് ബാബു, അറയ്ക്കലാണ് വീട്ടുപേര്. ഞാൻ 4-ാം വാർഡിലെ സ്ഥിര താമസക്കാരനാണ്. ഈ 4-ാം വാർഡിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സാരഥിയായിട്ട് ഈ കൊല്ലം മത്സരിക്കുന്നു. ഞാൻ ജയിച്ചു വന്നാൽ ഈ നാടിൻ്റെ വികസനത്തിനും എൻ്റെ വാർഡിൻ്റെ വികസനത്തിനും ഞാൻ എൻ്റെ എല്ലാ കഴിവുകളും ഉപയോഗിച്ച് അഭിവൃദ്ധി ഉണ്ടാക്കുന്നതിന് വേണ്ടി സഹകരിക്കുമെന്ന് ഉറപ്പ് നൽകുന്നു. ഇതിനു മുമ്പ് മത്സരിച്ചിട്ടുണ്ടോ? ഇതിനു മുമ്പ് മത്സരിച്ചിട്ടില്ല. ഇതിനു മുമ്പ് 2005 എൻ്റെ അമ്മ ഈ വാർഡിൻ്റെ മെമ്പറായിരുന്നു. അമ്മയുടെ പേര് തങ്കമ്മ ബാബു എന്നായിരുന്നു. 5 വർഷം ഇതേ പാർട്ടിയിലെ മത്സരാർത്ഥിയായിട്ട് നിന്ന് ജയിച്ച ഒരാളാണ് എൻ്റെ അമ്മ. അപ്പോൾ അതുകൊണ്ട് തന്നെ മകനും അതേ ഒരു ഭൂരിപക്ഷം കിട്ടി വിജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. ഞാനിവിടെ ജനങ്ങളുടെ അടുത്ത് കയറിയപ്പോൾ എൻ്റെ കാര്യം അവരോട് തിരക്കിയപ്പോൾ ധൈര്യമായിട്ട് നിൽക്കി അമ്മയുടെ അത്രയും ഭൂരിപക്ഷം മകനും ഉണ്ടാകട്ടെ എന്ന് അവരെ ആശംസിക്കുകയൊക്കെ ചെയ്തു. നിലവിൽ നമ്മൾ പ്രചരണം തുടങ്ങിയോ? പ്രചരണം ഞാൻ ഒറ്റയ്ക്ക് ഒരു 2 വട്ടം കയറി. ചില വീടുകളിൽ ചെന്നപ്പോൾ തൊഴിലുറപ്പും അങ്ങനെ കുറച്ച് തൊഴിൽ മേഖലയുടെ ആൾ പോയതുകൊണ്ട് വ്യക്തമായിട്ട് അവരെ കാണാൻ പറ്റിയില്ല. പിന്നെ ഫോണിൽ കൂടെയൊക്കെ സംസാരിച്ചു. ഏകദേശം ഒരു 85% വീട് കയറി ഇറങ്ങി. നല്ല സപ്പോർട്ടാണ് എല്ലാവരും തന്നത്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഈ വാർഡിൽ നിന്ന ജയിച്ച വാർഡ് മെമ്പർ ഈ വാർഡിലേക്ക് വികസനങ്ങളുടെ ഇതൊന്നും അധികം കൊണ്ടുവന്നില്ല. അതിൻ്റേതായ ഒരു ഇതും എന്നോട് അവർ പറയുകയുണ്ടായി. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഇവിടെ പ്രവർത്തിക്കണമെന്ന് എന്നെ അനുഗ്രഹിക്കുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ആരായിരുന്നു 5 വർഷം ഈ വാർഡ് ഭരിച്ചിരുന്നത്? അത് BJPയുടെ രമേശൻ കാവിമറ്റമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പോരായ്മകളായിട്ട് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നത്, അതായത് ഈ വാർഡിൽ എന്താണ് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യാൻ കിടക്കുന്നത്? അദ്ദേഹം ഈ വാർഡിലേക്ക് വന്നത് അപൂർവമായിട്ടാണ്. ആ ജയവും അതിൻ്റെ ഉള്ള ആദ്യത്തെ കുറച്ച് കാര്യത്തിനുമല്ല വന്നത്. പിന്നെ അദ്ദേഹം വന്നിരിക്കുന്നത് ലൈറ്റ് ഇടാനും അങ്ങനെയുള്ള കേസിട്ടാണ് വന്നത്. പിന്നെ ഈ വാർഡിലെ കാര്യങ്ങൾക്കൊന്നും അദ്ദേഹം തിരിഞ്ഞു നോക്കിയിട്ടില്ല. നിലവിൽ ജനങ്ങൾക്കിടയിൽ അങ്ങനെ ഒരു സംസാരം നിലനിൽക്കുന്നുണ്ടോ? ഞാൻ ചെന്ന കുറച്ച് വീടുകളിൽ അദ്ദേഹത്തെക്കുറിച്ച് പറയുകയുണ്ടായി. അങ്ങനെ ആകരുത് എന്ന് എന്നോട് ഉപദേശിക്കുകയും ചെയ്തു. ഇനിയിപ്പോൾ ജയിച്ച് വരികയാണെങ്കിൽ, 4-ാം വാർഡിലെ ഒരു സ്ഥാനാർത്ഥി ജയിച്ച് മെമ്പറായി വരികയാണെങ്കിൽ എന്തൊക്കെ വികസനമാണ് ഏറ്റവും അത്യാവശ്യമായിട്ട് ഈ വാർഡിൽ ആദ്യം ചെയ്യുന്നത്? അത് വഴിയുടെ കാര്യങ്ങളുണ്ട്. പിന്നെ അതുപോലെ ജനങ്ങളുടെ അഭിരുചി അറിഞ്ഞ് അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. നാടിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നു ഈ 4-ാം വാർഡിൽ ഉൾക്കൊള്ളുന്നതാണ് ഗുഡ്വിൽ സിനിമാസ്, ഗുഡ്വിൽ എൻ്റർടൈൻമെൻറ്റ്സ് എന്നുള്ളൊരു സ്ഥാപനം. അപ്പോൾ അതിൻ്റെ ആ ഒരു റോഡ് അതൊക്കെ ഒരുപാട് പൊട്ടിപ്പൊളിഞ്ഞാണ് കിടക്കുന്നത്. അപ്പോൾ ഒരു ഏറ്റവും കൂടുതൽ വികസനം നാടിന് തരുന്നൊരു സ്ഥാപനം കൂടി ആയതുകൊണ്ട് അവിടുത്തെ ആ റോഡ് ശരിയാക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു പ്ലാൻ ഉണ്ടോ? തീർച്ചയായിട്ടും പഞ്ചായത്ത് ഫണ്ട് കിട്ടുന്നതനുസരിച്ച് അവിടുത്തെ മാത്രമല്ല, ഇവിടെ MLA ഫണ്ടും അങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ച് പാറമായി കിടക്കുന്ന എല്ലാ റോഡുകളും നല്ല രീതിയിൽ വർക്കെടുത്ത് ചെയ്ത് അത് വികസിപ്പിച്ചെടുക്കുമെന്ന് പറയുന്നു. നമ്മുടെ ഇപ്പോൾ കല്ലറയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഡ്രഗ്സിൻ്റെ വിളയാട്ടം ഇവിടെ ഉണ്ടെന്നുള്ളൊരു പേരിപ്പോൾ ഉണ്ട് കല്ലറയ്ക്ക്. അപ്പോൾ അതിന് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമോ? തീർച്ചയായിട്ടും കുട്ടികളെ അതിനെതിരെ ഡ്രഗ്സിൻ്റെ ഉപയോഗത്തിലോട്ട് പോകാതെ അവരെ എല്ലാവരെയും കൂട്ടി അവർ നല്ല രീതിയിൽ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാനുള്ള ശ്രമം ഭംഗിയായിട്ട് തന്നെ ചെയ്യുമെന്ന് ഉറപ്പ് നൽകുന്നു. എന്തായാലും വിജയിച്ച് വരികയാണെങ്കിൽ നാടിനും അതുപോലെ തന്നെ വാർഡിനുമൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. ഞാൻ ഈ 4-ാം വാർഡിലുള്ള ആളല്ലേ, എനിക്ക് ഇവിടുത്തെ ആൾക്കാരുടെ എല്ലാവരുടെയും രീതികളും കാര്യങ്ങളും അറിയാം. പോരെങ്കിൽ ഞാൻ SNDP പ്രവർത്തനമായിട്ട് കുറച്ച് നടന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റേതായ രീതിയിൽ ജാതി പറയുമല്ല, എല്ലാ വിഭാഗത്തിലെ മനുഷ്യരെ അറിയാം, നേരിട്ടറിയാവുന്ന ഒരാളാണ്. ആരെ ഇന്ന ആളാണെന്ന് പറഞ്ഞു തരേണ്ട കാര്യമില്ല. എല്ലാവരെയും എനിക്കറിയാം.
എല്ലാവർക്കും വേണ്ട രീതിയിൽ എല്ലാവർക്കും ഉപകാരമായ രീതിയിൽ ഞാൻ അവരോടൊപ്പം നിന്ന് പ്രവർത്തിക്കുമെന്ന് ഉറപ്പ് നൽകുന്നു. ഇപ്പോൾ ഏറ്റവും ഇപ്പോൾ LDFൻ്റെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ ചോദിക്കുന്നു, നമുക്കിപ്പോൾ കേരളത്തിൽ ഒരുപാട് രാഷ്ട്രീയപരമായിട്ട് ഒത്തിരി പ്രശ്നങ്ങൾ ഈ LDFൻ്റെ ഒരു ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ ഇലക്ഷനെ ബാധിക്കും, നമ്മുടെ വോട്ടിൽ ബാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലും അങ്ങനെയില്ല. കാരണം വെച്ചാൽ ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ, ഞാൻ ഈ 4-ാം വാർഡുകാരനാണ്. എനിക്ക് ഇവിടുത്തെ ജനങ്ങളുടെ പൾസ് അറിയാം, അവരുടെ അഭിരുചികളറിയാം, അവർക്ക് വേണ്ട ആവശ്യങ്ങളറിയാം. അത് നിറവേറ്റാൻ വേണ്ടി ആത്മാർത്ഥമായി ശ്രമിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും വിജയിച്ച് വരട്ടെ എന്ന് വിജയിക്കുമെന്നുള്ളൊരു പ്രതീക്ഷ, അതായത് അമ്മയായിട്ട് തുടങ്ങിയ ഒരു പാരമ്പര്യം അത് മകനിലും അങ്ങനെ തന്നെ കൊണ്ടുപോകുമെന്ന് നമുക്കും വിശ്വസിക്കാം. അതുപോലെ ഇപ്പം നാട്ടുകാരും അത് പ്രതീക്ഷിക്കുന്നുണ്ടാവും, വീണ്ടും മകൻ തിരിച്ചു വരുന്നു എന്നുള്ളത്. ഏതായാലും അങ്ങനെ സംഭവിക്കട്ടെ എന്ന് നമ്മൾ ആശംസിക്കുന്നു. തീർച്ചയായിട്ടും. താങ്ക് യു.